എത്ര രൂപ ചെലവാകും? ബിസിനസ്സിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വരുന്ന ബിസിനസ് ഓണേഴ്സ് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എക്സ്പെൻസ് പ്രധാനമായും 4 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ബിസിനസിന്റെ കാറ്റഗറി. ഓരോ ബിസിനസ് കാറ്റഗറിക്കും ആവശ്യമായ മാർക്കറ്റിംഗ് ബജറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. റിയൽ എസ്റ്റേറ്റിന്റെ മാർക്കറ്റിംഗ് ബജറ്റ് ആയിരിക്കില്ല ഒരു സ്റ്റഡി അബ്രോഡിന്, അതായിരിക്കില്ല ഒരു ഇ-കൊമേഴ്സ് സ്ഥാപനത്തിന്. 2, നിങ്ങളുടെ നിലവിലെ ഓൺലൈൻ പ്രസൻസ്. നിങ്ങൾക്ക് ഓൾറെഡി ഓൺലൈനിൽ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആളുകളിലേക്ക് അത് എത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പകരം നിങ്ങളൊരു പുതിയ ബിസിനസ് ആണെങ്കിൽ നമുക്കത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ചിലവ് കൂടി ഇതിൽ വരും. 3, നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട്. ഏതൊരു ബിസിനസ്സിനും റിസൾട്ടിന് ആവശ്യമായ ഒരു മിനിമം എക്സ്പെൻസ് ഉണ്ടാവും. അത് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നോക്കുകയാണെങ്കിൽ അവരുടെ മിനിമം ടാർഗറ്റ് ഒരു 2-3 കോടിയായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു എക്സ്പെൻസ് വരും. പക്ഷേ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ നമുക്ക് അത്രയും എക്സ്പെൻസ് വരില്ല, അവരുടെ ടാർഗറ്റും ചെറുതായിരിക്കും. 4, കോമ്പറ്റീഷൻ. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറച്ച് മതി. മറിച്ച് നിങ്ങളൊരു ഹൈ കോമ്പറ്റീഷൻ ഉള്ള ഇൻഡസ്ട്രിയിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസും അതിനനുസരിച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സിനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ.